വാർത്താസമ്മേളനം ആരംഭിക്കുകയാണ്. അതിനായി മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും ആരോഗ്യമന്ത്രിയും എത്തിച്ചേർന്നിരിക്കുന്നു തത്സമയ സംപ്രേഷണത്തിലേക്ക്. നാളെ ഈസ്റ്ററാണല്ലോ. അതിജീവനത്തിൻ്റെ സന്ദേശമാണ് ഈസ്റ്റർ പകരുന്നത്. ഏത് പീഡനാനുഭവത്തിനും അപ്പുറത്ത് അതിജീവനത്തിൻ്റേതായ ഒരു പ്രഭാതമുണ്ട് എന്നാണ് ഈസ്റ്റർ സന്ദേശം പഠിപ്പിക്കുന്നത്. ലോകം COVID-19 എന്ന പീഡാനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഘട്ടമാണിത്. ഈ യാതനയുടെ ഘട്ടത്തെ അതിജീവിക്കാനുള്ള കരുത്തുകൂടിയാണ് ഈസ്റ്റർ നമുക്ക് പകരുന്നത്. വൈഷമ്യത്തിൻ്റേതായ ഘട്ടമാണെങ്കിലും എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ. ഇന്ന് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിൽ പങ്കെടുത്തിരുന്നു. രാജ്യത്തെ കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചയാണ് അവിടെ നടന്നത്. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ പ്രധാനമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. കേന്ദ്രം നിർദ്ദേശിക്കുന്ന എല്ലാ നിയന്ത്രണങ്ങളും സംസ്ഥാനം അംഗീകരിക്കും. ഇനിയുള്ള 3-4 ആഴ്ചകൾ കോവിഡ് പ്രതിരോധത്തിന് നിർണായകമാണ് എന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. കോൺഫറൻസിൻ്റെ അംശങ്ങൾ പറയുന്നതിന് മുൻപ് സംസ്ഥാനത്തിൻ്റെ ഇന്നത്തെ കണക്കുകൾ നമുക്ക് നോക്കാം. ഇന്ന് 10 പേർക്ക് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കണ്ണൂർ 7 പേര്, കാസർഗോഡ് 2 പേര്, കോഴിക്കോട് 1, 3 പേര് വിദേശത്തു നിന്ന് വന്നവർ, 7 പേർ സമ്പർക്കം മൂലം രോഗം ബാധിച്ചവരാണ്. ഇന്ന് നെഗറ്റീവായ പരിശോധനാഫലം നെഗറ്റീവായത് 19 പേർക്കാണ്. കാസർഗോഡ് 9 പേർ, പാലക്കാട് 4, തിരുവനന്തപുരം 3, ഇടുക്കി 2, തൃശ്ശൂർ 1. ഇതുവരെ 373 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. ഇപ്പോൾ ചികിത്സയിലുള്ളത് 228 പേരാണ്. സംസ്ഥാനത്ത് 1,23,100 പേരാണ് നിരീക്ഷണത്തിൽ ഇപ്പോഴുള്ളത്. വീടുകളിൽ 1,22,676 പേർ, ആശുപത്രികളിൽ 814 പേർ. 201 പേരെ ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ 14,163 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 12,818 എണ്ണം രോഗബാധയില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. ഒരു സന്തോഷ വാർത്ത ഇന്ന് പങ്കുവെക്കാനുണ്ട്. കോവിഡ് രോഗമുക്തരായ ദമ്പതികൾക്ക് കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പരിയാരം കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് രോഗവിമുക്തയായത്. ഒരു സന്തോഷ വാർത്ത ഇന്ന് പങ്കുവെക്കാനുണ്ട്. കോവിഡ് രോഗമുക്തരായ ദമ്പതികൾക്ക് കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പരിയാരം ഒരു കുഞ്ഞു പിറന്നു. കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് സ്വദേശിയായ യുവതി
രോഗവിമുക്തയായത്. ഇന്ന് ഉച്ചയോടെ പ്രസവിച്ചു. അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. അവർക്കും അവരെ ചികിത്സിച്ച ഡോക്ടർമാർക്കും മറ്റാരോഗ്യ പ്രവർത്തകർക്കുമെല്ലാം അഭിനന്ദനങ്ങൾ. വീഡിയോ കോൺഫറൻസിൽ കേരളം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ കോവിഡ്-19 ഭീഷണി തുടരുകയാണ്. ലോക്ക്ഡൗണിന് മുൻപത്തെ സ്ഥിതിയിലേക്ക് തിരിച്ചു പോകാൻ സമയമായിട്ടില്ല എന്ന കേരളത്തിൻ്റെ അഭിപ്രായം പ്രധാനമന്ത്രി അറിയിക്കുകയുണ്ടായി. തികഞ്ഞ ജാഗ്രതയോടെ ഓരോ ഘട്ടത്തിലെയും സ്ഥിതിഗതി സസൂക്ഷ്മം വിലയിരുത്തി പടിപടിയായി മാത്രമേ ലോക്ക്ഡൗൺ ഒഴിവാക്കാൻ പാടുള്ളൂ. കൂടുതലായി കണ്ടതുകൊണ്ട് ഹോട്ട്സ്പോട്ടായി കണക്കാക്കാവുന്ന സ്ഥലങ്ങളിൽ നിലവിലുള്ള നിയന്ത്രണങ്ങളെല്ലാം ഏപ്രിൽ 30 വരെ തുടരണം. ഹോട്ട്സ്പോട്ട് അല്ലാത്ത ജില്ലകളിൽ ശാരീരിക അകലം പാലിക്കുമെന്ന് ഉറപ്പുവരുത്തി സംസ്ഥാന സർക്കാർ അനുമതി നൽകുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം. ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ അത് സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകണം. സംസ്ഥാനത്ത് 3,85,000 അതിഥി തൊഴിലാളികളുണ്ട്. അവർ എത്രയും വേഗം സ്വന്തം നാട്ടിലേക്ക് മടങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. അവർക്ക് സ്വന്തം സംസ്ഥാനത്ത് എത്താനുള്ള യാത്രാ സൗകര്യം ഏപ്രിൽ 14 കഴിഞ്ഞാൽ ഉടനെ ഏർപ്പെടുത്തേണ്ടതാണ്. പ്രത്യേക നോൺ സ്റ്റോപ്പ് ട്രെയിൻ ഇതിന് അനുവദിക്കണം. വിമാനം കഷ്ടപ്പെടുന്ന ഈ തൊഴിലാളികൾക്ക് അടുത്ത 3 മാസത്തേക്ക് സഹായം ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പ്രകാരം അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ലഭ്യമാക്കണം. പ്രവാസികളുടെ പ്രശ്നമാണ് മറ്റൊന്നുന്നയിച്ചത്. പ്രവാസികൾ കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവനയാണ് നൽകുന്നത്. മഹാമാരി കാരണം വിവിധ രാജ്യങ്ങളിൽ പ്രയാസമനുഭവിക്കുന്ന അവർക്ക് സാധ്യമായ എല്ലാ സഹായവും പിന്തുണയും നൽകാൻ ബന്ധപ്പെട്ട എംബസികൾക്ക് നിർദ്ദേശം നൽകണം. ക്യാമ്പുകളിൽ പ്രത്യേക ശ്രദ്ധ വേണം. പ്രവാസികളിന് അതത് രാജ്യത്തെ സർക്കാരുകളുമായും കമ്മ്യൂണിറ്റി അഡ്വൈസറി കമ്മിറ്റികളുമായും എംബസി ഏകോപിപ്പിക്കണം. രോഗത്തെക്കുറിച്ചും പ്രവാസികളുടെ സ്ഥിതിയെപ്പറ്റിയും ഇടവേളകളിൽ ബുള്ളറ്റിൻ ഇറക്കണം. തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നതുപോലുള്ള പരിഭ്രാന്തി ഒഴിവാക്കാൻ ഇതാവശ്യമാണ്. ഹ്രസ്വകാല പരിപാടികൾക്ക് പോയവരും ബുള്ളറ്റിൻ ഇറക്കണം. തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നതുപോലുള്ള പരിഭ്രാന്തി ഒഴിവാക്കാൻ ഇതാവശ്യമാണ്. ഹ്രസ്വകാല പരിപാടികൾക്ക് പോയവരും വിസിറ്റിംഗ് വിസയിൽ പോയവരും ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അന്താരാഷ്ട്ര ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അവരെ തിരികെ എത്തിക്കാൻ പ്രത്യേക വിമാനം ഏർപ്പാടാക്കണം. അസംഘടിത മേഖലകളിൽ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരുടെ കാര്യം പ്രത്യേകം കണക്കിലെടുക്കണമെന്നും പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുകയുണ്ടായി. 3 മാസത്തേക്കെങ്കിലും അവർക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്ന ബൃഹത് പദ്ധതി വേണം. ഇവരുടെ കൈകളിൽ പണമെത്തുമ്പോൾ അത് സമ്പദ്ഘടനയിലേക്ക് പ്രവഹിക്കും.
ESI പ്രൊവിഡന്റ് ഫണ്ട് സർക്കാർ വിഹിതത്തിനുള്ള വരുമാന പരിധി 15,000 രൂപയിൽ നിന്ന് 20,000 രൂപയായി ഉയർത്തണം. ESIയുടെ നിബന്ധന അനുസരിച്ച് ചില കാര്യങ്ങളിൽ ശമ്പളം കൊടുക്കാനുള്ള പൊതുവിതരണ സമ്പ്രദായം ഇന്ത്യയിലാകെ സാർവത്രികമാക്കണം. ഇപ്പോൾ ആവശ്യം വേണ്ടതിലധികം ഭക്ഷ്യധാന്യം ബഫർ സ്റ്റോക്കായി ഉണ്ട്. തൊഴിലാളികൾക്ക് വേതനം നൽകുന്ന നില സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പൊതുവിതരണ സമ്പ്രദായം ഇന്ത്യയിലാകെ സാർവത്രികമാക്കണം. ഇപ്പോൾ ആവശ്യം വേണ്ടതിലധികം ഭക്ഷ്യധാന്യം ബഫർ സ്റ്റോക്കായി ഉണ്ട്. അടുത്ത 3 മാസത്തേക്ക് കേരളത്തിന് 6,45,000 ടൺ അരിയും 54,000 ടൺ ഗോതമ്പും ആവശ്യമുണ്ട്. മുടക്കമില്ലാതെ ഇത്രയും ധാന്യം ലഭ്യമാക്കണം. ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്ന് ധാന്യങ്ങളും പഴവർഗ്ഗങ്ങളും വിപണിയിലെത്തിക്കുന്നതിന് റെയിൽവേ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. UAE ഭരണാധികാരികൾ പ്രവാസി മലയാളികളെ എക്കാലത്തും ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ രോഗകാലത്തും സ്വദേശി വിദേശി വ്യത്യാസമില്ലാതെ അവർ ഇടപെടുകയാണ്. നമ്മുടെ പ്രവാസി സഹോദരങ്ങൾക്ക് താങ്ങും തണലുമായി നിലകൊള്ളുന്ന ഭരണാധികാരികളെ പ്രത്യേക നിലയിൽ തന്നെ കേരളം കാണുകയാണ്. പ്രവാസികളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയോടെ സാധ്യമായതെല്ലാം സർക്കാർ ചെയ്യുന്നുണ്ട്. UAEയിലെ എല്ലാ എമിറേറ്റുകളിലും ഹെൽപ്പ് ഡെസ്ക് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഖത്തർ, ഒമാൻ, സൗദി അറേബ്യ, ബഹ്റൈൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിലും UK, ഇന്തോനേഷ്യ, ബംഗ്ലാദേശ്, മൊസാംബിക് എന്നിവിടങ്ങളിലും നോർക്ക ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നുണ്ട്. പ്രവാസി മലയാളികളുടെ പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പരിഹാരം കാണുകയുമാണ് ഈ ഹെൽപ്പ് ഡെസ്ക് കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. UAEയിൽ അസുഖമുള്ളവരെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ആവശ്യക്കാരായ മലയാളികൾക്ക് ആഹാരം നൽകുന്നത് ഇന്നും തുടർന്നു. ഇത് ഓരോ പ്രദേശത്തുമുള്ള എല്ലാ സംഘടനകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് നടത്തുന്നത്. KMCC, ഇൻകാസ്, കേരള സോഷ്യൽ സെൻറ്റർ, ഓർമ്മ, മാസ്, ശക്തി, ഇങ്ങനെ നിരവധി സംഘടനകൾ, പ്രാദേശിക കൂട്ടായ്മകൾ, സന്നദ്ധ പ്രവർത്തകർ അവരെല്ലാം ഒരുമയോടെ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. അവരെ ആകെ ഈ ഘട്ടത്തിൽ സംസ്ഥാനത്തിനു വേണ്ടി അഭിനന്ദിക്കുന്നു. അവരുടെ സഹായത്തോടെ UAEയിലെ വിവിധ സ്ഥലങ്ങളിൽ ക്വാറന്റൈൻ സൗകര്യം ഒരുക്കുന്നുമുണ്ട്. UAE കോൺസുലേറ്റ് ജനറലുമായി ഇന്ന് നടന്ന ചർച്ചയിൽ കോവിഡ് പോസിറ്റീവായ എല്ലാവരെയും ക്വാറന്റൈനിൽ സംരക്ഷിക്കുന്നതിനും എല്ലാവർക്കും ഭക്ഷണം നൽകുന്നതിനും സംവിധാനമായിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഭക്ഷണം ലഭ്യമാക്കാനുള്ള സന്നദ്ധത പലരും ഹെൽപ്പ് ഡെസ്കുകളിൽ അറിയിക്കുന്നുമുണ്ട്. ഹെൽപ്പ് ഡെസ്കിൽ പേരും നമ്പറും ചേർത്തിട്ടുള്ളവരോടൊപ്പം നിരവധി പേരാണ് ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നത്.
ഓരോ പ്രദേശത്തുമുള്ള ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തകർ വാട്സാപ്പ് കൂട്ടായ്മകൾ ഉണ്ടാക്കുകയും ആവശ്യങ്ങൾ പരസ്പരം അറിയിച്ച് പരിഹാരം തേടുകയും ചെയ്യുന്നു. അതിരാവിലെ മുതൽ പാതിരാത്രി വരെ ഫോൺ കോൾ വരുന്നതിനാൽ ചിലർക്ക് ലൈൻ കിട്ടാതെ വരുന്നതായുള്ള പരാതിയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാക്കാൻ ശ്രദ്ധിക്കണം. വിദേശ രാജ്യത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നിരവധി പരിമിതികളുണ്ട് എന്നതും നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. രാജ്യത്തിനകത്ത് മുംബൈ, ഹൈദരാബാദ്, തെലങ്കാന, ചെന്നൈ, ഡൽഹി എന്നിവിടങ്ങളിലും ഹെൽപ്പ് ഡെസ്ക് സംവിധാനം പ്രവർത്തിക്കുന്നു. കോവിഡ്-19 പശ്ചാത്തലത്തിൽ നോർക്ക റൂട്ട്സ്, കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡ് എന്നിവർ പ്രവാസികൾക്കായി ആശ്വാസ സഹായങ്ങൾ നൽകും. പ്രവാസി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ എല്ലാ പെൻഷൻകാർക്കും പെൻഷനു പുറമെ ഒറ്റത്തവണ ധനസഹായമായി 1000 രൂപ വീതം അനുവദിക്കും. ഏകദേശം 15,000 പേർക്ക് ഈ ആനുകൂല്യം ലഭിക്കും. ക്ഷേമനിധിയിൽ അംഗങ്ങളായ കോവിഡ് പോസിറ്റീവായ എല്ലാവർക്കും 10,000 രൂപ വീതം അടിയന്തര സഹായം അനുവദിക്കും. ക്ഷേമനിധി ബോർഡിൻ്റെ തനത് ഫണ്ടിൽ നിന്നുമാണ് സഹായങ്ങൾ നൽകുക. 2020 ജനുവരി 1 ശേഷം വാലിഡ് പാസ്പോർട്ട്, ജോബ് വിസ എന്നിവയുമായി വിദേശ രാജ്യങ്ങളിൽ നാട്ടിലെത്തി ലോക്ക്ഡൗൺ കാരണം തിരിച്ചു പോകാൻ സാധിക്കാത്തവർക്കും ലോക്ക്ഡൗൺ കാലയളവിൽ വിസ കാലാവധി തീർന്നവർക്കും മാർച്ച് 26 മുതൽ സർക്കാർ തീരുമാനം വരെ 5,000 രൂപ അടിയന്തര സഹായം നോർക്ക നൽകും. സാന്ത്വന പദ്ധതിയിലെ രോഗങ്ങളുടെ പട്ടികയിൽ കോവിഡ്-19 ഉൾപ്പെടുത്തി കോവിഡ് പോസിറ്റീവായതും എന്നാൽ ക്ഷേമനിധി സഹായം ലഭ്യമാകാത്തവരുമായ പ്രവാസികൾക്ക് 10,000 രൂപ സഹായം നൽകും. പ്രവാസികൾ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മളെല്ലാവരുടെയും മനസ്സിൽ വലിയ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. പ്രവാസികളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയുള്ളവരാണ് നാം. ഒന്നിച്ചു നിന്ന് സാധ്യമായ എല്ലാ ഇടപെടലും നടത്തുക എന്നതാണ് ഇപ്പോൾ മുന്നിലുള്ള വഴി. പ്രവാസ ലോകത്തു നിന്ന് വരുന്ന ഓരോ പ്രശ്നവും കേന്ദ്ര ഗവൺമെൻറ്റിനെയും എംബസിയുടെയും പ്രവാസ ലോകത്ത് തന്നെ ഇടപെടുന്ന മലയാളി സംഘടനകളുടെയും പ്രമുഖ വ്യക്തിത്വങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ചികിത്സ, ഭക്ഷണം, സുരക്ഷിതമായ താമസസ്ഥലം ഇവ ഉറപ്പുവരുത്താനാണ് പ്രാഥമികമായി ശ്രമിക്കുന്നത്. ഓരോരുത്തരും പൂർണ്ണ മനസ്സോടെ പങ്കാളികളാകേണ്ട ഒരു യത്നമാണിത്. ഇവിടെ മറ്റെല്ലാ ഭിന്നതകളും മാറ്റിവെക്കേണ്ടതുണ്ട്. പ്രവാസ ലോകത്തു നിന്നുള്ള ഏത് വിഷയങ്ങളും കേൾക്കാനും സാധ്യമായ ഇടപെടലുകൾ നടത്താനും നോർക്കയും സർക്കാരും സദാ ജാഗരൂകരായി നിൽക്കുന്നുണ്ട് എന്ന കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. നാം ഈ കാലത്തെ അതിജീവിക്കുക തന്നെ ചെയ്യും എന്നാണ് പ്രിയപ്പെട്ട പ്രവാസി സഹോദരങ്ങളോട് പറയാനുള്ളത്. സംസ്ഥാനത്ത് 18,828 ക്യാമ്പുകളാണ്
അതിഥി തൊഴിലാളികൾക്കായി പ്രവർത്തിക്കുന്നത്. അവശ്യ സാധനങ്ങളുടെ സംസ്ഥാനത്തേക്കുള്ള വരവിൽ ഗണ്യമായ പുരോഗതിയുണ്ട്. വെള്ളിയാഴ്ച 2291 വാഹനങ്ങൾ വന്നു. LPG സിലിണ്ടറിൻ്റെ വരവ് വർദ്ധിപ്പിക്കാൻ ഇടപെടണമെന്ന് കണ്ടിട്ടുണ്ട്. അവശ്യഘട്ടം വന്നാൽ ഉപയോഗിക്കാൻ പര്യാപ്തമായ മുറികളും കെട്ടിടങ്ങളും കണ്ടെത്തി ലിസ്റ്റ് ചെയ്യുന്നത് പൊതുമരാമത്ത് വകുപ്പ് തുടരുകയാണ്. 2.5 ലക്ഷം മുറികൾ കണ്ടെത്തി. ഇതിൽ 1,24,000 തത്സമയം ഉപയോഗിക്കാൻ പറ്റുന്നവയാണ്. വേറൊരു പ്രശ്നം ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളൊരു ടണലിനെ പറ്റിയാണ്. ഒരു ടണലുണ്ടാക്കി അതിലൂടെ കടന്നുപോയി സാനിറ്റൈസ് ചെയ്യുക എന്ന പരീക്ഷണം ചില സ്ഥലങ്ങളിൽ തുടങ്ങിയതായി കണ്ടു. അത് അശാസ്ത്രീയമായ ഒന്നാണ് എന്നാണ് വിദഗ്ധന്മാർ അഭിപ്രായപ്പെടുന്നത്. അതിനെ ആശ്രയിക്കേണ്ടതില്ല, അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതുമില്ല. ഇക്കാര്യം കലക്ടർമാരെ അറിയിക്കുന്നുണ്ട്, ആവശ്യമായ നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് ചിലതരം പനികൾ ചിലയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ശ്രദ്ധിക്കാതെ പോകരുത്. സംവിധാനമാകെ കോവിഡ് പ്രതിരോധത്തിലാണ് ഇപ്പോൾ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ മറ്റ് രോഗങ്ങളുള്ളവർക്ക് ചികിത്സ ലഭിക്കാതെ വരരുത്. അപ്പോൾ മറ്റ് രോഗങ്ങൾക്കും പ്രാധാന്യം കൊടുത്ത് ചികിത്സ ലഭ്യമാക്കുന്ന അവസ്ഥ ഉണ്ടാകണമെന്ന് തന്നെ കണ്ടിട്ടുണ്ട്. കോവിഡിനെതിരെയുള്ള ജാഗ്രതയിൽ ഒരു കുറവും വരുത്തരുത്. പക്ഷേ അതുപോലെ തന്നെ പ്രധാനമാണ് മറ്റ് രോഗങ്ങളും. രോഗം ബാധിക്കുന്നവരും തൽക്കാലം ഇത് മാറ്റിവെച്ച് കളയാമെന്ന് ചിന്തിക്കേണ്ടതില്ല. അത് ചികിത്സിച്ച് ഭേദമാക്കേണ്ടതാണ്. അപ്പോൾ കോവിഡിൻ്റെ കാലം കഴിഞ്ഞ് ചികിത്സിക്കാമെന്നൊരു നില എടുക്കേണ്ടതില്ല. അതിനുള്ള സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അത്തരം ഡോക്ടർമാരെ കണ്ട് ചികിത്സിക്കുന്നതിന് ശങ്കിച്ച് നിൽക്കേണ്ടതായിട്ടില്ല. ലോക്ക്ഡൗൺ ലംഘിച്ച് നിയമവിരുദ്ധ മാർഗങ്ങളിലൂടെ ആളുകൾ സഞ്ചരിക്കുന്ന വിവരം ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. സാധാരണ ആംബുലൻസ് രോഗികളെ കൊണ്ടുപോകാനുള്ളതാണല്ലോ. റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യം, ആംബുലൻസിൽ അനധികൃതമായി ആളുകൾ യാത്ര ചെയ്യാണ്. രോഗികളല്ല. അത്തരമൊരു കൂട്ടരെ കോഴിക്കോട് പിടികൂടുന്ന അവസ്ഥയുണ്ടായി, ആംബുലൻസും പിടിച്ചെടുക്കുന്ന അവസ്ഥയുണ്ടായി. ഇത്തരത്തിലുള്ള തെറ്റായ രീതികൾ അനുവദിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ സംസ്ഥാന അതിർത്തി കടന്ന് ആളുകൾ റെയിൽ വഴി നടന്നും റെയിൽ പാളത്തിലൂടെ തന്നെ ബൈക്ക് ഓടിച്ചുമൊക്കെ കേരളത്തിലേക്ക് വരുന്നുവെന്ന് വിവരമുണ്ട്. ഇത് കണ്ടെത്തി തടയാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അർബുദ രോഗികൾക്കുള്ള റേഡിയേഷൻ ചികിത്സ അവിടുത്തെ ചില ഉപകരണങ്ങൾക്കുള്ള തകരാറുകൾ കാരണം നിലച്ചുപോയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വേഗം തന്നെ പുനഃസ്ഥാപിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൂന്നാറിലെ കൊട്ടാക്കമ്പൂരിൽ പോലീസിനും ആരോഗ്യ പ്രവർത്തകർക്കുമായി സ്ഥാപിച്ച ജലസംഭരണിയിൽ സാമൂഹ്യ വിരുദ്ധർ വിഷം കലക്കി എന്ന വാർത്ത അതീവ ഗൗരവമുള്ളതാണ്. കുറ്റവാളികളെ അടിയന്തരമായും കണ്ടെത്താനുള്ള നിർദ്ദേശം പോലീസിന് നൽകിയിട്ടുണ്ട്. മാതൃകാപരമായ ശിക്ഷ ആ കുറ്റവാളികൾക്ക് ഉറപ്പാക്കുന്ന നടപടിയും സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്.
പത്തനംതിട്ടയിൽ നടന്ന ഒരു അനൗൺസ്മെൻറ്റ് അത് കേട്ടതിനെ തുടർന്ന് നാട്ടിലേക്ക് പോകാൻ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ കഴിയുമെന്ന ധാരണയിൽ അതിഥി തൊഴിലാളികൾ കൂട്ടത്തോടെ ക്യാമ്പിൽ നിന്ന് പുറത്തിറങ്ങുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ ഇത്തരം അനൗൺസ്മെൻറ്റുകൾ എന്തായാലും അത് ഒന്ന് അധികൃതമായിരിക്കണം. പിന്നെ പറയുന്ന കാര്യം ശരിയാണെന്ന് ഉറപ്പുവരുത്തണം. ഭാഷ അറിയാവുന്നവരുമായി കൂടിയാലോചിച്ച് പറയുന്നത് തന്നെയാണ് കേട്ടാൽ ആളുകൾ ഉൾക്കൊള്ളുക എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് പറയുന്നതിനും ശ്രദ്ധിക്കണം. അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ലോക്ക്ഡൗൺ കാലത്ത് പൂട്ടിയ അലങ്കാര മത്സ്യക്കടകളിൽ ചിലതിൽ ഗൗരവമായ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ കോഴിക്കുഞ്ഞുങ്ങളുടെ വിതരണത്തിനും പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിലാവശ്യമായ നടപടി എടുക്കാമെന്ന് കണ്ടിട്ടുണ്ട്. അൺഎയ്ഡഡ് സ്കൂളുകളിലെ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി, അവർക്ക് ശമ്പളം നൽകുന്നില്ല. ഇത് അതീവ ഗൗരവമായ കാര്യമാണ്. ബന്ധപ്പെട്ട മാനേജ്മെൻറ്റുകൾ ശമ്പളം നൽകുന്നതിനുള്ള നടപടി എടുക്കേണ്ടതാണ്. സ്കൂളുകളുടെ ഫീസ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം നേരത്തെ തന്നെ വ്യക്തത വരുത്തിയതാണ്. ഈ കോവിഡ് കാലത്ത് ഫീസ് വാങ്ങുന്നതിനല്ല പുറപ്പെടേണ്ടത്. ഈ ഘട്ടം കഴിഞ്ഞതിന് ശേഷം അത്തരം കാര്യങ്ങൾ ആലോചിക്കാമെന്ന് പലവട്ടം പറഞ്ഞതാണ്. അപ്പോൾ ഒരാവർത്തി കൂടി വ്യക്തമാക്കുകയാണ്, ഇപ്പോൾ ഫീസ് വാങ്ങേണ്ടതില്ല. അൺഎയ്ഡഡ് സ്ഥാപനങ്ങളുടെ ജീവനക്കാർക്ക്, അധ്യാപകർക്കടക്കം ശമ്പളം നൽകുന്ന നിലപാടും മാനേജ്മെൻറ്റ് സ്വീകരിക്കണം. നമ്മുടെ സംസ്ഥാനത്ത് ആൾതാമസമില്ലാത്ത വീടുകൾ, ഫ്ലാറ്റുകൾ, ഇത് ആയിരക്കണക്കിലായിരിക്കില്ല, പതിനായിരക്കണക്കിലായിരിക്കും. അപ്പോൾ അവയുടെ കണക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ശേഖരിക്കണമെന്ന് കണ്ടിട്ടുണ്ട്. ഒരു അടിയന്തര സാഹചര്യം വന്നാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ എന്ന് വ്യക്തത ഉണ്ടാക്കുന്നതിന് കൂടിയാണത്. ലോക്ക്ഡൗൺ കാലയളവിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റലുകളിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. സംസ്ഥാനത്തെ സർവകലാശാലകൾ, സർക്കാർ എയ്ഡഡ്, സർക്കാർ നിയന്ത്രിത സ്വാശ്രയ കോളേജുകൾ, സർക്കാർ എയ്ഡഡ് പോളിടെക്നിക്കുകൾ, ഇവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ലോക്ക്ഡൗൺ കാലയളവിൽ ഹോസ്റ്റൽ ഫീസ് ഒഴിവാക്കി. തേനീച്ച കർഷകർക്ക് കൃഷിയിടങ്ങളിൽ പോകാനും തേൻ ശേഖരിച്ച് വിപണിയിലേക്ക് എത്തിക്കാനും നിബന്ധനകൾക്ക് വിധേയമായി അനുമതി നൽകി. വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന പലർക്കും നമ്മുടെ രാജ്യത്തുള്ള മരുന്ന് ആവശ്യമുണ്ട്. അത്തരക്കാർക്ക് നേരത്തെ വിമാനം വഴിയാണ് മരുന്ന് എത്തിച്ചിരുന്നത്. ഇപ്പോൾ കാർഗോ വിമാനം ഓടുന്നുണ്ട്. അപ്പോൾ അതുവഴി എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. GST റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പിനായി ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുടെയും ടാക്സ് പ്രാക്ടീഷണർമാരുടെയും ഓഫീസ് ആഴ്ചയിൽ ഒരു ദിവസം തുറക്കാൻ അനുവാദം നൽകും. പ്രിൻറ്റിംഗ് പ്രസ്സുകൾക്ക് നിബന്ധനകൾക്ക് വിധേയമായി ഒരു ദിവസം പ്രവർത്തിക്കാൻ അനുവാദം നൽകും. കുട്ടികൾക്കുള്ള വാക്സിനേഷൻ സംബന്ധിച്ച് നിലവിലുള്ള തടസ്സം മാറ്റും. അത് നീട്ടിവെക്കാമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ആരോഗ്യമേഖല അതിൻ്റെ സാധ്യതയടക്കം പരിശോധിച്ച് തീരുമാനിക്കുകയും ചെയ്യും. വയോജനങ്ങളെയും കിടപ്പ് രോഗികളെയും ശുശ്രൂഷിക്കുന്ന ഹോം നഴ്സുമാരുണ്ട്.
ആവശ്യമായ സുരക്ഷാ പരിശോധനകൾ അവരുടെ കാര്യത്തിൽ വേണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിലേക്ക് വരുന്ന വാഹനങ്ങൾ അണുവിമുക്തമാക്കാനുള്ള നടപടി ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട്. അത് എല്ലാ വാഹനങ്ങളുടെ കാര്യത്തിലും സ്വീകരിക്കേണ്ടതാണ് എന്ന് കണ്ടു. ഈസ്റ്റർ, വിഷു എല്ലാം അടുത്തടുത്ത് വരികയാണ്. ഇന്നും ഇന്നലെയുമായി പല സ്ഥലങ്ങളിലും വലിയ തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇത് നിയന്ത്രണങ്ങൾ ലംഘിച്ചുകൊണ്ടാകരുത്. ആഘോഷങ്ങൾ ഈ നിയന്ത്രിത ഘട്ടത്തിൽ പരിമിതപ്പെടുത്തേണ്ടത് പ്രധാന കാര്യമാണ്. അപ്പോൾ നിയന്ത്രണങ്ങൾ കൃത്യമായി പാലിക്കാൻ എല്ലാവരും തയ്യാറാവണം. നാളെ ചില കടകൾ തുറക്കുന്നുണ്ട്, അതാവശ്യവുമാണ്. പക്ഷെ കട തുറക്കുന്നു എന്നതുകൊണ്ട് എല്ലാവരും റോഡിലിറങ്ങി അതൊരാഘോഷമാക്കി മാറ്റാൻ പാടില്ല. അത്യാവശ്യം സാധനങ്ങൾ വേണ്ടവർ മാത്രമാണ് കടകളിലേക്ക് പോകേണ്ടത്. പരിശോധന കർക്കശമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അനാവശ്യമായി പുറത്തിറങ്ങിയാൽ പരിശോധനയുടെ ഭാഗമായി പിടിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവും. അതെല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഹൈബി ഈഡൻ MP കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് 1.5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. പുരാളിങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി 2 കോടി, കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡ് 51 ലക്ഷം, PK ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കോഴിക്കോട് 50 ലക്ഷം, പാരിസൺസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കോഴിക്കോട് 50 ലക്ഷം, സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ 1 ലക്ഷം, തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി 1 ലക്ഷം, കല്യാൺ സിൽക്സിലെ തൊഴിലാളികളും ജീവനക്കാരും തങ്ങളുടെ വേതനത്തിൽ നിന്ന് 17,25,000 രൂപ നൽകുന്നുണ്ട്. സ്വകാര്യ മേഖലയിലും ഇത്തരം മുൻകൈ ധാരാളമായി ഉണ്ടാകുന്നു. ഇതൊരു മികച്ച മാതൃകയുമാണ്. ഇതാണ് ഇന്ന് പറയാനുള്ള കാര്യങ്ങൾ. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സഹായം കഴിഞ്ഞ മാസങ്ങളിൽ മുടങ്ങിയിരുന്നു. അത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹോട്ട്സ്പോട്ടായ ജില്ലകളിൽ ഏപ്രിൽ 30 വരെ നമ്മൾ നിയന്ത്രണം തുടരണമെന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടതായി പറഞ്ഞു. അതായത് ഈ ലോക്ക്ഡൌൺ നമ്മൾ ഏപ്രിൽ 30 വരെ ആ ജില്ലകളിൽ നീട്ടുകയാണോ? രണ്ടാമത് മറ്റ് ജില്ലകളിൽ ഇളവ് നൽകണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചതായി പറഞ്ഞു. അതിന് കേന്ദ്രം അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ടോ? നമ്മൾ അക്കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമെടുത്തിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില പൊതുവായ അഭിപ്രായങ്ങളാണ് പ്രധാനമന്ത്രിയുടെ മുന്നിൽ പറഞ്ഞത്. ആ കാര്യത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഇനി വരാനിരിക്കുകയാണ്. അത് വന്നതിന് ശേഷം നമ്മുടെ വിശദമായ കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അതിനുശേഷമായിരിക്കും സംസ്ഥാനം വിശദമായി കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. കേന്ദ്രത്തിന്റെ ഒരു ഉത്തരവ് വന്നതിന് ശേഷം എന്നുള്ള രീതിയിലാണ് ഇപ്പം ഹോട്ട്സ്പോട്ട് അല്ലാത്ത ജില്ലകളിൽ കുറെ ഇളവുകൾ നമുക്ക് പ്രതീക്ഷിക്കാൻ തോന്നില്ല. അല്ല, നമ്മുടെ അഭിപ്രായത്തിൽ ചില ജില്ലകളിൽ ചില ഇളവുകൾ വേണ്ടതായിട്ടുണ്ട്, എന്നാൽ നിയന്ത്രണം തുടരേണ്ടതായിട്ടുമുണ്ട് പൊതുവിൽ. പക്ഷേ എന്താണ് രാജ്യത്താകെ നടപ്പാക്കുന്നത് നോക്കണ്ടേ? അത് നോക്കിയതിന് ശേഷമല്ലേ നമ്മൾ പറയുന്നത് നല്ലത്. അത് ഇന്ന് അഭിപ്രായങ്ങൾ പ്രധാനമന്ത്രിയുടെ മുന്നിൽ പറഞ്ഞു. ഇനി രാജ്യത്തിൻ്റെ ആകെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റേതായ തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് വ്യക്തമാക്കും. അത് പ്രധാനമന്ത്രി അടുത്ത ദിവസം തന്നെ വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം നമുക്ക് വിശദമായി കാര്യങ്ങൾ തീരുമാനിക്കാം. വലിയ താമസം ഉണ്ടാവില്ല അതിന്. ഈ സമ്പർക്കത്തിലൂടെ രോഗികളുടെ എണ്ണം കൂടുന്നത് സമൂഹ വ്യാപന ഭീഷണിയിൽ തന്നെയാണോ കേരളം? അത്തരം ഒരു ഭീഷണി ഇതേവരെ ഉണ്ടായിട്ടില്ലല്ലോ. സമ്പർക്കവും സമൂഹ വ്യാപനവും രണ്ടാണ്.
നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം. സമ്പർക്കത്തിലൂടെ ഈ രോഗം വരുമെന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. സമൂഹ വ്യാപനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വളരെ വലുതായി, വലിയ അപകടത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ഒരവസ്ഥയിലേക്ക് കേരളം എത്തി നമ്മൾ ഇതേവരെ കണ്ടിട്ടില്ല. ഈ സമ്പർക്കം എന്ന് പറഞ്ഞാൽ കുടുംബാംഗങ്ങൾക്കുള്ളിലാണോ അതോ പുറത്തേക്കുണ്ടോ എന്നാണ്? അല്ല, നിങ്ങൾ പോയിട്ട് വേറൊരാളുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾ കുടുംബാംഗമല്ലെങ്കിലും നിങ്ങൾക്ക് ബാധിക്കൂലേ? അത് കുടുംബാംഗമാണെന്നുണ്ടോ? ഇതിന് കുടുംബമൊന്നുമില്ലല്ലോ കോവിഡിന്. ആരെയും സമ്പർക്കത്തിന് പോയാൽ ആരുമായിട്ടും അത് പറന്നു വരും, ആരിലേക്കും പറന്നു വരും. അതേപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കാൻ ഹോസ്റ്റലുകളിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും കേരളത്തിലേക്ക് എത്തണം എന്ന ആഗ്രഹമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. മാധ്യമ സ്ഥാപനങ്ങളിലേക്കൊക്കെ അവർ വിളിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇതിനെന്തെങ്കിലും സംവിധാനം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? അത് ഈ പൊതുവിലുള്ള നിയന്ത്രണത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് രാജ്യവ്യാപകമായി എടുക്കുന്ന തീരുമാനത്തിൻ്റെ ഭാഗമായി മാത്രം കാണേണ്ട ഒരു കാര്യമാണ്. കാരണം ട്രെയിൻ ഓടുവോ, അന്തർ സംസ്ഥാന ബസ്സുകൾ ഓടുവോ, ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് ലഭിച്ചിട്ടുള്ള സൂചന. ഏതായാലും അതിൻ്റെ തീരുമാനം വരട്ടെ, അതിനുശേഷം നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ ഈ സിക്കോയിലടക്കം ഇത്തവണ ശമ്പളം കൊടുത്തിട്ടില്ല, കഴിഞ്ഞ മാസം ശമ്പളം ലഭിച്ചിട്ടില്ല എന്ന് ജീവനക്കാർ പരാതി പറയുന്നുണ്ട്. അതിന് ഏതെങ്കിലും തരത്തിലുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും? അതെന്താണെന്ന് പ്രത്യേകം പരിശോധിക്കണം. രണ്ട് തൊഴിലാളി, അതായത് കേരള ടയർ ഡീലേഴ്സ് അലൈൻമെന്റ് അസോസിയേഷൻ കേരള, അതിൽ 7500ഓളം തൊഴിലാളികളുണ്ട്. അവർക്ക് ഇപ്പം കടകൾ തുറന്ന് പ്രവർത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ കുടുംബങ്ങൾ കഷ്ടത്തിലാണ്. ഒപ്പം തന്നെ ഈ കോഫി ഹൗസിലെ ജീവനക്കാർക്ക് കഴിഞ്ഞ മാസം ശമ്പളം ലഭ്യമല്ലാത്തൊരു സാഹചര്യമുണ്ട്. അത് പരിശോധിക്കുന്നുണ്ടോ? കോഫി ഹൗസ് പോലുള്ള സ്ഥാപനങ്ങളിൽ ജീവനക്കാർക്ക് ശമ്പളം നൽകേണ്ടതാണല്ലോ. അതിൽ സാധാരണ മാനേജ്മെൻറ്റുകൾ അവർക്കുള്ള ശമ്പളം നൽകുകയാണ്. അതുപോലെ കോഫി ഹൗസ് മാനേജ്മെൻറ്റും ആവശ്യമായ ശമ്പളം നൽകുന്ന നടപടിയാണ് സ്വീകരിക്കേണ്ടത്. ആദ്യം പറഞ്ഞ പ്രശ്നം എന്താണെന്ന് പ്രത്യേകം പരിശോധിക്കേണ്ടതാണ്. സംസ്ഥാനത്തേക്കുള്ള കുറച്ച് പരിശോധന കിട്ടിയിട്ടുണ്ട്. വലിയൊരു നമ്പർ ഉണ്ടെന്ന് പറയുന്നത് ഷാങ്ഹായിൽ ചൈനയിൽ കെട്ടിക്കിടക്കുന്നതായിട്ടും ഇങ്ങനൊരു വാർത്ത കേട്ടു. ശരിയാണോ? അതായത് നമ്മുടെ ഈ റാപ്പിഡ് ടെസ്റ്റുള്ള കിറ്റുകളാണോ അത്? എന്തെങ്കിലും കൺഫ്യൂസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടോ? നമ്മൾ ചില കിറ്റുകൾക്ക് വേണ്ടിയുള്ള നടപടികൾ തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എവിടെയെങ്കിലും കെട്ടിക്കിടക്കുന്നു എന്നുള്ള വിവരം എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല. ഇത് കണ്ണൂര് ഒരു മാഹിക്കാരൻ രോഗം ബാധിച്ച് മരിച്ചിരുന്നു. അദ്ദേഹത്തിന് രോഗം വന്നത് എവിടാണെന്ന് നമുക്കൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടുള്ളൂ. ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നത്. അതിനെന്തെങ്കിലും ഒരു സ്ഥിരീകരണം സർക്കാരിനുണ്ട്? ചില കാര്യങ്ങൾ അത് സംബന്ധിച്ച് പരിശോധിച്ച് വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചില റിപ്പോർട്ടുകളുണ്ട്, അത് നോക്കട്ടെ എന്താണെന്ന്. ക്ലീനിങ് മെറ്റീരിയലുകൾ ഉണ്ടാക്കുന്ന ലോഷനും മറ്റ് സാനിറ്റൈസറും ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് ഇപ്പോൾ പ്രവർത്തിക്കാൻ അനുവാദമില്ല. കുറച്ച് ദിവസമായി നടന്നിടക്കുകയാണ്. അവർക്ക് തുറക്കാൻ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാവും? സാനിറ്റൈസർ ഉൽപ്പാദിപ്പിക്കാൻ എല്ലാ സൗകര്യങ്ങളും സർക്കാർ ചെയ്തു കൊടുക്കുമല്ലോ. അത്തരം കമ്പനികൾ സർക്കാർ ഏജൻസികളെ സമീപിച്ചാൽ മതിയാവും. CMA ഇവന്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒട്ടധികം ആൾക്കാരുണ്ട്. അവർക്ക് ഇനിയിപ്പം ഒരു കോവിഡ് പൂർണ്ണമായി മാറിയാൽ പോലും അവർക്ക് ഈ ഒരു ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യാൻ കഴിയുമോ? ഏകദേശം എല്ലാവരെയും നമ്മൾ ചേർത്ത് പിടിക്കാനാണ് ശ്രമിക്കുന്നത്. ഇവരെങ്ങനെയാണ് ചേർന്ന് വരിക എന്നുള്ളത് നോക്കട്ടെ. CMA രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന്, ഇന്നത്തെ ഈ വീഡിയോ കോൺഫറൻസിൽ കേരളം ഇതുവരെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ, കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പ്രധാനമന്ത്രി എന്തെങ്കിലും പരാമർശം നടത്തിയോ എന്നുള്ളതാണ് ഒരു ചോദ്യം. രണ്ടാമത്തത്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സ്പ്രിംഗ്ലർ എന്ന് പറഞ്ഞിട്ടൊരു അമേരിക്കൻ കമ്പനിയുമായി ചേർന്ന് സംസ്ഥാനത്തെ രോഗികളുടെ ഡേറ്റകൾ അവർക്ക് ആ കമ്പനിക്ക് അനധികൃതമായി ഉപയോഗിക്കാൻ തക്ക വിധത്തിൽ സർക്കാർ അതിനൊരു അവസരം ഉണ്ടാക്കി എന്നുള്ള ഒരു ആരോപണം കൂടിയുണ്ട്. പ്രധാനമന്ത്രി എല്ലാ സംസ്ഥാനങ്ങളും പറയുന്നത് കേട്ട് പൊതുവിൽ കാര്യങ്ങൾ പറയുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൻ്റെ കാര്യങ്ങളും അദ്ദേഹം കൃത്യമായി കേട്ടിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിലതിൽ ചില സൂചനകൾ നൽകിക്കൊണ്ട് പ്രതികരിച്ചിട്ടുമുണ്ട്. സ്പ്രിംഗ്ലർ എന്ന കമ്പനി പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ ഒരു PR കമ്പനി അല്ല. നമ്മൾ ആ കമ്പനിയുടെ സോഫ്റ്റ്വെയറിനോ സേവനത്തിനോ ഒരു പൈസയും നൽകുന്നുമില്ല. നമ്മുടെ നാടൊരു വലിയ പ്രതിസന്ധി നേരിടുകയാണ്. അതിനെ മുറിച്ച് കടക്കാനും വരാനിരിക്കുന്ന ഭീഷണികൾ നേരിടാനും എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് നമ്മളിരിക്കുന്നത്. അക്കാര്യത്തിൽ പ്രവാസികളായ മലയാളികൾ കേരളത്തെ ഉദാരമായി സഹായിക്കുന്നുണ്ട്. അങ്ങനെയൊരു സഹായം കൂടിയാണ്
ഈ സ്പ്രിംഗ്ലർ എന്ന കമ്പനി ഇപ്പോൾ ചെയ്യുന്നത്. അതിൻ്റെ സ്ഥാപകൻ ഒരു മലയാളിയാണ്. തൻ്റെ വയോധികരായ മാതാപിതാക്കളുടെ സുരക്ഷയ്ക്ക് കേരളം നടത്തുന്ന കോവിഡ് നിയന്ത്രണ പരിപാടികൾ എത്രമാത്രം ഫലപ്രദമാണ് എന്ന് നേരിട്ട് ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അതുകൂടിയാണ് ഇത്തരമൊരു സഹായം നൽകുന്നതിലേക്ക് അദ്ദേഹത്തെ നയിച്ചത്. കേരള സർക്കാരിൻ്റെ IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സോഫ്റ്റ്വെയർ സേവനദാതാവ് കൂടിയാണ് ഈ കമ്പനി. ശേഖരിക്കുന്ന ഡാറ്റ ഇന്ത്യയിലെ സെർവറുകളിൽ സൂക്ഷിക്കുകയും അത് സർക്കാർ നിയന്ത്രിക്കുകയുമാണ് ചെയ്യുക. ഡാറ്റ ചോരുന്നു എന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഇതേ സ്പ്രിംഗ്ലർ കമ്പനിയുടെ സേവനം ലോകാരോഗ്യ സംഘടനയും ഉപയോഗിക്കുന്നുണ്ട്. ഇതൊന്നും ഈ തരത്തിൽ ഒരു വിഷയമായി എടുക്കേണ്ട കാര്യമാണെന്ന് തോന്നുന്നില്ല. മറ്റു കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ഇപ്പോൾ ഒരു പുതിയൊരു പരീക്ഷണത്തിന് ഇപ്പോൾ ICMRന്റെ അനുമതി ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് കൂടുതൽ പരിശോധനകൾക്കുള്ള ഇന്ത്യൻ ഡ്രഗ്സ് കൺട്രോളുടെ കൂടുതൽ അനുവാദമാണ് ഇനി അവർ പ്രതീക്ഷിക്കുന്നതെന്ന് പറയുന്നു. ഇക്കാര്യത്തിൽ എന്തെങ്കിലും പുതിയ ഈ പരീക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുണ്ടോ? അത് ആ തരത്തിലുള്ള പരീക്ഷണവുമായി മുന്നോട്ട് പോകാൻ അവർക്ക് അനുമതി ലഭിച്ചതായുള്ള എന്തെങ്കിലും സൂചന ഉണ്ടോ? പിന്നെ രണ്ടാമതായി ഒരു ചോദ്യം കൂടി, നാളെ ഈ സംസ്ഥാനത്തെ റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുമോ, അല്ലെങ്കിൽ നാളെ പ്രവർത്തിക്കുമോ? ഇത് ശ്രീചിത്ര നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആരോഗ്യ സ്ഥാപനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അത് ഫലപ്രദമായി പല കാര്യങ്ങളിലും പ്രവർത്തിച്ചിട്ടുമുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ അവർ തുടരുന്നുണ്ട്. അതിൻ്റെ ഫലം നമ്മുടെ കേരളത്തിനും രാജ്യത്തിനും അനുഭവിക്കാനും കഴിയുന്നുണ്ട്. അത്തരത്തിലുള്ള ഏതൊന്നിനെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ നയം. ആവശ്യമായ പിന്തുണ സർക്കാർ നൽകുകയും ചെയ്യും. ഈസ്റ്ററിൻ്റെ ഘട്ടത്തിൽ അവധി പൊതുവിൽ റേഷൻ ഷാപ്പുകൾക്കുള്ളതാണ്. അത് റേഷൻ ഷാപ്പുകൾക്ക് അവധിയുണ്ട് എന്നുള്ളതാണ് സിവിൽ സപ്ലൈസ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ഏതാനും ദിവസമായിട്ട് ഈ പുതിയ രോഗബാധിതരുടെ എണ്ണം കുറയുകയും രോഗമുക്തി നേടുന്നവരുടെ എണ്ണം കൂടി വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ COVID-19 രോഗവ്യാപനത്തിന്റെ മുകളിലേക്ക് ഉയരുന്ന ഗ്രാഫ് കേരളത്തിലെങ്കിലും താഴേക്ക് വരുന്നുവെന്ന് പറയാൻ പറ്റുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? ഇത് വസ്തുതയാണ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ നമ്മളതിൽ കാണേണ്ടത് അത് നമുക്ക് ആശ്വാസകരമായൊരു കാര്യമാണ്, നമ്മളെല്ലാവരും സന്തോഷിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഭാഗമായി തന്നെ മറ്റൊരു അപകടം നമ്മൾ വരുത്താതിരിക്കണം. നമ്മുടെ ജാഗ്രതയിൽ ഒരു കുറവും വരുത്താതിരിക്കണം. കാരണം കൈവിട്ടു പോയാൽ ഈ മഹാമാരി എന്തുമായി മാറാം. നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ചത് ആരോഗ്യരംഗത്തെ പ്രവർത്തകർ തന്നെയാണ്. എന്നാൽ നാടാകെ, ജനങ്ങളാകെ ഇതുമായി വലിയ തോതിൽ സഹകരിച്ചിട്ടുണ്ട്. ഈ ലോക്ക്ഡൗണിൻ്റെ ഘട്ടത്തിൽ എല്ലാവരും വീടുകളിലിരിക്കാനും പുറത്തിറങ്ങാതിരിക്കാനും ഒക്കെ ശ്രദ്ധിച്ചു. അത് ഇത്തരമൊരവസ്ഥക്ക് വലിയ സഹായകരമായിട്ടുണ്ട്. അവരാകെ വലിയ അഭിനന്ദനം അർഹിക്കുന്നവരാണ്. അതിൻ്റെയൊക്കെ ഭാഗമായി നമുക്ക് ഇത്തരമൊരു നിലയിൽ, അതായത് നിങ്ങൾ പറഞ്ഞതുപോലെ കുറഞ്ഞു എന്ന് തോന്നുന്നൊരവസ്ഥ, എന്നാൽ പൂർണ്ണ ആശ്വാസത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ആശ്വാസത്തിൻ്റെ ഒരു കിരണം അതിലുണ്ട്. അത്രയേ നമ്മളതിനെ കാണേണ്ടതായിട്ടുള്ളൂ. ഈ ജാഗ്രത തുടരാം. നമുക്ക് നല്ല നിലയിലേക്ക് എത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാം. ഡാറ്റാബേസിൽ അങ്ങ് ഒരു ആരോപണത്തിന് അങ്ങ് മറുപടി പറഞ്ഞു, ഡാറ്റാബേസ് സ്റ്റോറില്ല, ഇന്ത്യയിൽ തന്നെ സൂക്ഷിക്കുന്നു. പക്ഷേ പ്രതിപക്ഷ ഒരു കാര്യം, ഈ കമ്പനി എങ്ങനെ തെരഞ്ഞെടുത്തു, ടെൻഡർ വിളിച്ചോ, ആ ഒരു അലിഗേഷൻ കൂടി പ്രധാനമായി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അത് സംബന്ധിച്ച് മറ്റു പ്രശ്നങ്ങളില്ലാത്ത സാഹചര്യത്തിൽ അത്തരമൊരു കാര്യത്തിൻ്റെ പരിശോധനയിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ സർക്കാരിൻ്റെ ഒരു ഉത്തരവിറക്കിയിരുന്നു, സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കെല്ലാം കൃത്യമായ ശമ്പളം നൽകണമെന്ന്.
പ്രമുഖ ഹോട്ടലുകളടക്കം കോവളത്തെ റാവീസ് ഹോട്ടല് പകുതി ശമ്പളം കൊടുത്തു എന്ന് പറഞ്ഞ് ജീവനക്കാർ ഇപ്പോൾ ആക്ഷേപം ഉന്നയിക്കുന്നത്. നിലവിൽ ഉപാസന ആശുപത്രി എന്ന പേരുള്ള ആശുപത്രി ഇത്തരത്തിൽ ജീവനക്കാർക്ക് ഇതുവരെയും സാലറി കൊടുത്തിട്ടില്ല. ഇങ്ങനെ നിരവധി ആക്ഷേപങ്ങൾ സ്വകാര്യ മേഖലയിൽ നിന്ന് വരുന്നുണ്ട്. എല്ലാവർക്കും ബാധകമാണ് ഞങ്ങൾ പറഞ്ഞ കാര്യം. അതെന്താ അതിലൊരു സംശയം വന്നിരിക്കുന്നു? സൗജന്യ കിറ്റുകൾ ഇപ്പോൾ അതത് റേഷൻ കടകളിൽ നിന്ന് മാത്രമേ വാങ്ങിക്കാൻ പറ്റുകയുള്ളൂ. അപ്പം ഈ പോർട്ടബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഈ ഒരു കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട് മറ്റിടങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക്. അപ്പം അതിനെന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകും? അത് സിവിൽ സപ്ലൈസുമായി ചർച്ച ചെയ്യട്ടെ, എന്നിട്ട് പറയാം എന്താണെന്നുള്ളത്. ഗവൺമെന്റ് സ്കൂളുകളിൽ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ഈ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരെ, ഈ തയ്യൽ, ക്രാഫ്റ്റ് അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ശമ്പളമില്ല 2 മാസം. അവർക്ക് എന്തെങ്കിലും സഹായം സർക്കാർ ചെയ്യാൻ കഴിയും? സാധാരണ ശമ്പളം വാങ്ങുന്നവരാണെങ്കിൽ പ്രശ്നം വരില്ല. ഈ സ്കൂളുകളിലുള്ളൊരു പ്രശ്നം, ശമ്പളം വാങ്ങാത്തവരുണ്ട് സ്ഥിരമായിട്ട്. അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ശമ്പളവും ഇല്ല. അതിന് ഈ ഘട്ടം പരിഗണിച്ച് മാത്രം ഒന്നും ചെയ്യാൻ കഴിയില്ല. CMA 2 ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലാണ്. ഒന്ന് CM തന്നെ എന്ന് പറഞ്ഞിരുന്ന കേരളത്തിന്റെ സംസ്കാരത്തിന് യോജിക്കാത്ത തരത്തിൽ പെരുമാറി എന്ന് പറഞ്ഞ കണ്ണൂർ SP എലീഷ് ചന്ദ്രയുടെ കാര്യത്തിൽ അത് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ, അതോ ഇനി CM അത് രഹസ്യ താക്കീതിലോ മറ്റോ ഒതുക്കിയതാണോ എന്തെങ്കിലും നടപടി? 2, അവിടുത്തെ തന്നെ DFOക്കെതിരായ നടപടിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ആയിട്ടുണ്ടോ? നിങ്ങളെന്താണ് ആദ്യത്തെ ചോദ്യം ചോദിക്കാത്തത്? ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരാളാണല്ലോ അത്. അപ്പോൾ അത് ഞാൻ അന്വേഷിച്ചില്ല, ഒരു എന്താണെന്നുള്ളത് അന്വേഷിച്ച് പറയാം. DFOക്കെതിരെയുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ഈ പ്ലംബർമാർക്ക്, ഇലക്ട്രീഷ്യന്മാർക്ക് നമ്മൾ ഇളവ് നൽകിയായിരുന്നു. പക്ഷേ ഈ ഇതുമായി ബന്ധപ്പെട്ട കടകൾ തുറന്ന് പ്രവർത്തിക്കാത്തത് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കടകളുണ്ടെങ്കിൽ അതിന്റെ സാധനം വാങ്ങാൻ പറ്റും. അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. പിന്നീടൊന്ന് ഈ ബാർബർ ഷോപ്പ് തുറക്കാത്തത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അത് ശരിയാണ്. ഇത് ബാർബർ ഷാപ്പുകളുടെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ആലോചിക്കും. സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചുകൊണ്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ആലോചിക്കും. അത് ആ ആലോചനയുടെ കൂട്ടത്തിൽ നിങ്ങൾ ആദ്യം ചോദിച്ച കാര്യത്തിലും ആലോചനകൾ ഉണ്ടാവും. രോഗമുള്ളവർ മരുന്നിനോടൊപ്പം തന്നെ വ്യായാമവും അവരുടെ ചികിത്സയുടെ ഭാഗമായിരുന്നു. ഇപ്പോൾ നിലവിൽ അവർക്ക് വ്യായാമം ചെയ്യാൻ വീടിനുള്ളിൽ നടക്കുന്നില്ല. അപ്പൊ പലരും അങ്ങനെ ചോദിക്കുന്നുണ്ട്, ഒറ്റയ്ക്ക് വ്യായാമം ചെയ്യുന്നവരെ പോലീസ് പിടിക്കുകയാണ് ഇപ്പോൾ. അപ്പൊ അതിനൊരു ഇളവ് വരുത്തുമോ എന്ന് ചോദിക്കുന്നു. വ്യായാമം ചെയ്യുന്നതിനൊരു കുഴപ്പമില്ല. വീട്ടിൻ്റെ അടുത്ത് വ്യായാമം ചെയ്യുന്നതിനും പുറത്തിറങ്ങി വ്യായാമം ചെയ്യുന്നതിനും പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ വ്യായാമത്തിന് കുറേ ആളുകൾ കൂടി ഒന്നിച്ചങ്ങ് വ്യായാമം ചെയ്ത് കളിയാന്ന് വെച്ചാൽ അത് നമ്മുടെ ഈ കൂടിച്ചേരാൻ പാടില്ല എന്ന് പറയുന്നതിനെതിരാണ്. അതിന് മാത്രമാണ് തടസ്സമുള്ളത്. മറ്റവരവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള വ്യായാമം നടത്താനൊക്കെയുള്ള എല്ലാ സൗകര്യവും പോലീസ് തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പൊതുമേഖലാ സ്ഥാപനമായ കേരള ഫീൽഡ്സിന്റെ താൽക്കാലിക ജീവനക്കാർക്ക് ഇതുവരെയും ശമ്പളം ലഭിച്ചില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അക്കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാവും? എൻ്റെ ശ്രദ്ധയിലില്ല. സാധാരണ നിരക്ക് ശമ്പളം കിട്ടുന്നതിന് മറ്റ് തടസ്സങ്ങൾ ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. എന്താണെന്ന് അന്വേഷിക്കാം. അങ്ങനെ നേരത്തെ ഇടപെട്ടൊരു വിഷയമുണ്ട്. BSNL കരാർ തൊഴിലാളികൾ 2005 പുറത്ത് കരാർ തൊഴിലാളികളുണ്ട്. അവർക്ക് 6 മാസമായി ശമ്പളം മുടങ്ങി കിടക്കുകയായിരുന്നു. അങ്ങും തൊഴിൽ മന്ത്രിയൊക്കെ നേരത്തെ ഇടപെട്ടതാണ്. ഈ ഘട്ടത്തിലെങ്കിലും അവർക്ക് ശമ്പളം നൽകാൻ BSNL ഒരു അഭ്യർത്ഥന നടത്താൻ തയ്യാറാവും? ഏതിലാ? BSNL. BSNLന്റെ കാര്യത്തിൽ നമ്മൾ അഭ്യർത്ഥനയല്ലേ പറ്റൂ. ആ അഭ്യർത്ഥന നമുക്ക് നടത്താം, അതിന് പ്രശ്നമില്ല. ആ ഇടപെടൽ നടത്താം. നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ സിമന്റ് അതുപോലെ അവിടുത്തെ ചെറുകിട കോൺട്രാക്ടർമാരുണ്ട്. അവർ പലരും ഈ ലോക്ക്ഡൌൺ വന്നപ്പോൾ പലയിടത്തും പണിയായുധങ്ങൾ അതുപോലെ തട്ടിന്റെ സാധനങ്ങളൊക്കെ അടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇതിനിടയ്ക്ക് ഒരു ഇളവ് കിട്ടിയില്ല. ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും അവർക്ക് ആ പണിയായുധങ്ങളും അവരുടെ സാമഗ്രികളൊക്കെ ഒന്ന് സൂക്ഷിച്ചു വെക്കാനും ടാർപോളിനൊക്കെ ഇട്ട് മൂടാനും ഒക്കെ ഒരു ഇളവ് കിട്ടുമോ എന്ന് ചോദിച്ച് ബന്ധപ്പെടുന്നുണ്ട്. അതിനെന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവും ലോക്ക്ഡൌൺ വീഴുന്ന സാഹചര്യത്തിൽ? തീർച്ചയായും അതൊരു ഗൗരവമായ പ്രശ്നമാണെന്ന് ഞങ്ങളും കാണുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചില കാര്യങ്ങൾ ആലോചിക്കുന്നു. ആ കൂട്ടത്തിൽ അതും ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് തീരുമാനിക്കാം. സർക്കാരിന് പ്രതിപക്ഷം തുടർച്ചയായിട്ട് ഓരോ ആരോപണങ്ങൾ കൊണ്ടുവന്ന് വെല്ലുവിളിക്കുമ്പോൾ ഇത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ സർക്കാർ പരിമിതിക്കുള്ളിൽ നിന്ന് നന്നായി പ്രവർത്തിക്കുന്നു, എപ്പോഴും സർക്കാർ വിമർശിക്കേണ്ട കാര്യമില്ല, പ്രതിപക്ഷം കാണിക്കുന്ന ബാലിശമായ ആരോപണങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ കാണുന്നു സർക്കാർ ആ BJP സംസ്ഥാന അധ്യക്ഷന്റെ ആ നിലപാട്? ഞാൻ എൻ്റെ ശ്രദ്ധയിൽ അതില്ല അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ എതിർക്കേണ്ട കാര്യം എന്താ ഉള്ളത്? ലോട്ടറി തൊഴിലാളികൾക്ക് 1000 രൂപയുടെ ക്ഷേമനിധി സഹായം സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇതിൽ ഏറിയ പോലും അംഗപരിമിതർ കണ്ടുകൂടാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അവർക്ക് എന്തെങ്കിലും അധിക സഹായം നൽകാനുള്ള ശ്രമം ഉണ്ടാകുമോ? എന്തെങ്കിലും സാധ്യമാണോ കാര്യം? അത് പ്രത്യേകം പരിശോധിക്കണം, പരിശോധിച്ച് നോക്കാം. ജനങ്ങൾ ഇതുമായിട്ട് സഹകരിക്കുന്നുണ്ടെന്ന് CM പറഞ്ഞായിരുന്നു. പക്ഷെ ഇന്നും
പോലീസ് വകുപ്പിന്റെ സംസ്ഥാന പോലീസ് മേധാവിയുടെ കണക്കനുസരിച്ച് 2000-ലധികം പേർക്കെതിരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2430 കേസും എടുത്തിട്ടുണ്ട്. ശരാശരി ഓരോ ദിവസവും 2000-ലധികം കേസുകളാണ് പുറത്തു വരുന്നത്. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ സഹകരിക്കുന്നു എന്ന് പറയുന്നതിന്റെ യുക്തി എന്താ? 3 കോടിയിലധികം അല്ലേ നമ്മുടെ നാട് ആളുകൾ. അപ്പോൾ അതിൻ്റെ ഭാഗമായി സഹകരിക്കുന്നവർ മഹാഭൂരിപക്ഷമല്ലേ. ചിലർ അതിൽ നിന്ന് വ്യത്യസ്തമായ നിലയെടുക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രോത്സാഹനമായി വരാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വാഭാവികമായിട്ട് വേണമല്ലോ. അപ്പോൾ ചില നടപടികൾ കർക്കശവും ആകേണ്ടി വരും. അത്രയേ അതിൽ കാണേണ്ടതുള്ളൂ. സഹകരണ ബാങ്കുകൾ വഴി ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നവരുടെ ചിലർക്ക് അത് കൈപ്പറ്റാൻ പറ്റിയിട്ടില്ല. പലരും വീടുകളിൽ ഇല്ലാത്തൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ ആ പണം സഹകരണ ബാങ്കിൽ തന്നെ സൂക്ഷിക്കുമോ അതോ? അത് നഷ്ടപ്പെട്ടു പോകില്ല, നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് സൂക്ഷിച്ച് അവർക്ക് കൊടുക്കുന്ന നിലയുണ്ടാവുമെന്ന് നേരത്തെ വ്യക്തമാക്കിയതാണ്. ജൂൺ ജൂലൈ മാസങ്ങളിൽ കേരളത്തിൽ 50 ലക്ഷം മുതൽ 80 ലക്ഷം വരെയുള്ള ആൾക്കാർക്ക് രോഗം വരുമെന്ന തരത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. അത്തരത്തിൽ ചില വാർത്തകൾ വരുന്നു. കോൺഗ്രസ് നേതാവ് വി.ഡി. സതീശൻ ഫേസ്ബുക്കിലടക്കം അത് ഇടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും റിപ്പോർട്ട് നമുക്ക് ലഭ്യമായിരുന്നു? ഞങ്ങളാരുടെയും ശ്രദ്ധയിൽ അത്തരം ഒരു കാര്യമില്ല. പിന്നെ ഇതുപോലൊരു കാര്യങ്ങളൊക്കെ ഒരു ഭീതി പരത്തുന്ന രീതിയിൽ നമ്മളാരും ഉത്തരവാദപ്പെട്ടവർ പ്രത്യേകിച്ചും ഒരു നില സ്വീകരിക്കുന്നത് നിർഭാഗ്യകരമായൊരു കാര്യമാണ്. അങ്ങനെ ഒരു നില സ്വീകരിക്കാതിരിക്കുകയാണ് വേണ്ടത്. ഏതിനെയും നേരിടാനുള്ള ശേഷി നമ്മുടെ സമൂഹത്തിനും ഈ സംസ്ഥാനത്തിനും ഉണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അനാവശ്യമായ ഭീതി പരത്തുന്ന നില സ്വീകരിക്കാൻ പാടില്ല. അത് വലിയ തോതിൽ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പരിശോധിക്കാനും തീരുമാനമെടുക്കാനും ചുമതലപ്പെട്ട അധികാരിയാണ്. എല്ലാ സാധ്യതയും അവർ പരിശോധിക്കാറുണ്ട്. അപ്പോൾ അവരോടും ചെയ്യുന്നൊരു രീതിയായിട്ടാണ് ഇത് മാറുക. അവരെയും ഒരു വിവാദത്തിൽപ്പെടുത്തുന്ന നിലയാണ് വരിക. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. CMA നാളികേര കർഷകരും അതുപോലെ അതിൽ തേങ്ങയിടുന്ന ആൾക്കാരുമൊക്കെ അവർക്ക് ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഈ തേങ്ങ എല്ലാം ഉണങ്ങിപ്പോകുന്നു എന്നൊരു പരാതിയുണ്ട്. കൃത്യമായിട്ട് അവർക്ക് എന്തെങ്കിലും പ്രവർത്തനാനുമതി നൽകുന്ന കാര്യം പരിഗണനയിലുണ്ടോ? നേരത്തെ തന്നെ അത് ആലോചിച്ചതാണ്. തേങ്ങ ശേഖരിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കണമെന്ന് കണ്ടിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികളുണ്ട്. സ്പീച്ച് തെറാപ്പി അതുപോലെ തന്നെ ഈ കൗൺസിലിംഗ് ഫിസിയോതെറാപ്പി ഒക്കെ ആവശ്യമുള്ള കുട്ടികൾ അവരുടെ അതൊക്കെ മുടങ്ങി കിടക്കുന്നു. അതെന്തെങ്കിലും പുനരാരംഭിക്കാനുള്ള സഹായം ഉണ്ടാകും? ഈ പറയുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചുകൊണ്ട് നടപടികൾ സ്വീകരിക്കാം. പിന്നെ ഓൺലൈനിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. അത്തരം കാര്യങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കും. നമ്മുടെ ഈ കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾ വളരെ മുൻപോട്ട് പോയെന്ന് പറയുന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ വലിയ ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു. നമ്മുടെ സഹായം, ആരോഗ്യവകുപ്പിന്റെ സഹായവും സർക്കാരിന്റെ സഹായവും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വലിയ എന്തെങ്കിലും ആവശ്യം ഉന്നയിച്ചു വന്നിട്ടുണ്ടോ? നമ്മളെപ്പറ്റി അനാവശ്യമായ തെറ്റിദ്ധാരണകൾ പരത്തരുത്. നമ്മളിപ്പോഴും നമ്മളെ സംസ്ഥാനം നേരിടാനിടയുള്ള വലിയ പ്രശ്നങ്ങളെ നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് പോയി സഹായിക്കേണ്ട അവസ്ഥയിലേക്കൊന്നും ഇപ്പം നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മളെ കാര്യം നമുക്ക് നല്ല രീതിയിൽ നടത്താൻ പറ്റുമോ, കൂടുതൽ അപകടമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റുമോ, ഇതാണ് നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ നമുക്ക് നിൽക്കാം. പ്രവാസികളുടെ കാര്യം അങ്ങ് കുറെ പറഞ്ഞു, സഹായങ്ങളും പറഞ്ഞു. പക്ഷെ പലരും ഓരോ ചാനലിലേക്ക് ഓഫീസിലേക്ക് വിളിച്ച് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. ഇപ്പൊ വിമാന സർവീസ് വേണം, പക്ഷെ അവരെ തിരിച്ചു വന്നാൽ എന്ത്, അത് നമുക്കൊരു ചാലഞ്ച് ആയിരിക്കില്ല. ഇക്കാര്യത്തിൽ അങ്ങ് പ്രധാനമന്ത്രിയോട് പറഞ്ഞു ഇവർക്ക് വേണ്ട ആശ്വാസങ്ങളൊക്കെ ഉറപ്പിക്കണമെന്നില്ല. ആ തിരിച്ചു വന്നാൽ നമുക്കൊരു പ്രത്യേക പദ്ധതി പ്ലാൻ അതിലേക്കൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ടോ? അത് നമ്മുടെ മുന്നിൽ അടുത്തൊരു ചാലഞ്ച് ആയിരിക്കില്ല ഈ 3ാം ഘട്ടത്തിൽ? തീർച്ചയായും അത്തരം കാര്യങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് ഫലപ്രദമായി ആലോചിക്കേണ്ടതുണ്ട്. സംസ്ഥാനത്ത് നമ്മുടെ പരിമിതി അറിയാലോ. ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്യുകയും വേണം. ഇതുതന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അത് ഏത് തരത്തിലാണ് വരിക എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനൊരു അവസ്ഥ വന്നാൽ അവരെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെ, പുനരധിവാസ പദ്ധതി ഫലപ്രദമായി സ്വീകരിക്കുന്ന നില തന്നെ വേണ്ടതായിട്ടുണ്ട്. അത് തന്നെയാണ് കാണുന്നത്. നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളുടെ പ്ലാൻ വരച്ചു കൊടുക്കുന്ന എഞ്ചിനീയർമാർ ഇപ്പോൾ അവർക്ക് ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിയന്ത്രണങ്ങളോടെ അവരുടെ ഓഫീസുകളും തുറക്കാനുള്ള ഒരു അനുമതി കൊടുക്കാൻ കഴിയുമോ? അതുപോലെ അവർക്കിപ്പോൾ ലൈസൻസ് പുതുക്കാനുള്ള സമയമാണ്.
അപ്പൊ ആ ഒരു കാലാവധി ഒരു 3 മാസത്തേക്ക് നീട്ടുമോ? പല ആളുകളും അത് സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ ഉന്നയിക്കുന്നുണ്ട്. എല്ലാ ലൈസൻസുകളും ഈ ഘട്ടത്തിൽ പുതുക്കുന്നതിന് അതിൻ്റെ സമയം നീട്ടിക്കൊടുത്തിട്ടുണ്ട്. അതിന് അത് ഇതുവർക്കും ബാധകമാണ്. പ്രത്യേകമായി ആ കാര്യം പറയേണ്ടതായിട്ടില്ല. നിർമ്മാണ മേഖലയിലെ പ്രശ്നങ്ങൾ പ്രത്യേകമായിട്ട് തന്നെ പരിശോധിക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രശ്നവും നമുക്ക് എടുക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞതിൽ ഒരു കാര്യമുള്ളത്, ഈ കാസർഗോഡ് 11 മണി മുതലാണ് കടകൾ തുറക്കുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ 7 മണി തൊട്ട് ആരംഭിക്കുന്ന നില എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. കാസർഗോഡ് അത് 11 മണി തന്നെയാണ്. അത് ആ നിലക്ക് തന്നെ വ്യക്തത വരുത്തുകയാണ്. അപ്പോൾ എല്ലാം ഇന്ന് തീർക്കണ്ട, നാളെ ഈസ്റ്ററാണ്. അതുകൊണ്ട് നാളെ നമ്മൾ കാണൂല, നാളെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം, പിരിയാം നമുക്ക്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. വൈഷമ്യങ്ങൾക്കിടയിലും ഈസ്റ്റർ ആശംസ നേർന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം ആരംഭിച്ചത്. ഇന്ന് കേരളത്തിൽ 10 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു എന്ന് പിണറായി വിജയൻ വ്യക്തമാക്കി. അതിൽ 7 പേർ കണ്ണൂർ ജില്ലയിൽ നിന്നും, 2 പേർ കാസർഗോഡ് ജില്ലയിൽ നിന്നും, ഒരാൾ കോഴിക്കോട് ജില്ലയിൽ നിന്നുമുള്ളവരാണ്. ആകെ 19 പേർ ഇന്ന് രോഗമുക്തി നേടിയെന്നും ആശ്വാസവാർത്തയായി മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അതിൽ കാസർഗോഡ് ജില്ലയിൽ നിന്നും 9 പേരുണ്ട്, പാലക്കാട് ജില്ലയിൽ നിന്ന് 4 പേർ, തിരുവനന്തപുരത്ത് നിന്ന് 3 പേർ, ഇടുക്കിയിൽ നിന്ന് 2 പേർ, തൃശൂർ ജില്ലയിൽ നിന്നും ഒരാളും ഇന്ന് COVID-19 നെഗറ്റീവ് റിസൾട്ട് വന്ന് അവർ രോഗമുക്തി നേടിയതായി മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഇന്ന് ഉച്ചയോടുകൂടി പ്രധാനമന്ത്രിയുമായി ഉണ്ടായ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ വീഡിയോ കോൺഫറൻസിംഗിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കേരളം മുന്നോട്ട് വച്ചത് എന്ന കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി തന്നെ മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് വെളിപ്പെടുത്തി. അതിൽ പല ആവശ്യങ്ങളും പ്രധാനമന്ത്രി ശ്രദ്ധയോടെ കേട്ടു എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പക്ഷേ അന്തിമമായ തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തതിനു ശേഷം മാത്രമായിരിക്കും കേരളത്തിന്റെ അന്തിമ നിലപാട് വ്യക്തമാക്കുക എന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. പ്രധാനമായും പ്രവാസികളെ സംബന്ധിച്ചും കേരളത്തിൽ ഇപ്പോൾ കഴിയുന്ന അതിഥി തൊഴിലാളികളെ സംബന്ധിച്ചുമൊക്കെയുള്ള ആശങ്കകൾ പ്രധാനമന്ത്രിയുമായി പങ്കുവെക്കുക കൂടി ചെയ്തു എന്ന് മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി നമ്മൾക്ക് വരേണ്ടത്.